السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه وعترته وأهل الخير كلهم أجمعين. أما بعد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയങ്കരരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ജാമിഅ ദാറുസ്സലാമിൽ നടക്കുന്ന പ്രൗഢമായ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സെമിനാർ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, വനിതാ കോളേജുകൾ പ്രതീക്ഷയും ആശങ്കയും എന്നതാണ് വിഷയം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കേണ്ടത്. ഒന്നാമതായി പറയാനുള്ളത്, വിദ്യാഭ്യാസം എന്താണ് ലക്ഷ്യീകരിക്കുന്നത് എന്ന് വിവക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴുണ്ടാകുന്ന ആശങ്കയെയും പ്രതീക്ഷയെയും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇസ്ലാമികമാണെങ്കിലും ഇസ്ലാമികേതരമാണെങ്കിലും അതിന് കൊടുത്തിട്ടുള്ള നിർവചനങ്ങൾ, ഒട്ടനവധി നിർവചനങ്ങൾ പറയപ്പെടാറുണ്ട്. എല്ലാ നിർവചനങ്ങളുടെയും ആകത്തുകയായി നമുക്ക് പറയാനാകുന്നത്, സ്ത്രീയായാലും പുരുഷനായാലും മനുഷ്യന് അവനെ കണ്ടെത്താനുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കാനുള്ള ഒരു പ്രയത്നമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ എന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണെങ്കിൽ, ഉപനിഷത്തുകളിൽ പറഞ്ഞതുപോലെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള പ്രയാണം, തെമ്മാടിത്തങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള പ്രയാണം, അതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഉപനിഷത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും നമ്മോട് പറഞ്ഞു തരുന്നത് അതാണ്. വായന കൊണ്ട് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ വായിക്കാൻ പറയുന്നത് ലോകത്തെയാണ്, എല്ലാത്തിനെയുമാണ്. മനുഷ്യനെ കുറിച്ച് വായിക്കുന്നു, മനുഷ്യന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു, മനുഷ്യന്റെ ചുറ്റുപാടുകളിലുമുള്ള ഇതര ജീവികളെ കുറിച്ച് വായിക്കുന്നു. അങ്ങനെ വായിച്ച് മനുഷ്യനെയും മനുഷ്യേതര ജീവികളെയും ഭൂമി ലോകത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ കുറിച്ച് വായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വിവക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം, അതിനെക്കുറിച്ച് സ്ത്രീ വിദ്യാഭ്യാസം ആവശ്യമാണോ എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല ഇത്. എന്നാലും ഇപ്പോ ഇങ്ങനെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആശങ്കയും പ്രതീക്ഷയും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ രണ്ട് വാക്കുകളെ കുറിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യന്റെ തുടക്കം മുതൽ തുടർന്നു വരുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ, ഒരു പ്രയത്നമാണെങ്കിൽ, ആ പ്രയത്നത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ടൈറ്റിലിട്ട് ചർച്ച ചെയ്യേണ്ടി വരുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് എവിടെയൊക്കെയോ ഇതിന് ഭംഗം സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ ഇതിന് വേണ്ട രീതിയിൽ പ്രാധാന്യം ഉണ്ടാകാത്ത
അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് പൂർവാധികം ശക്തിയോടെ സമൂഹത്തിൽ തുടരുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ആശങ്കകളും പ്രതീക്ഷകളും, പ്രത്യേകിച്ച് ആശങ്കകൾ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. പ്രവാചകന്റെ അനുചരന്മാർ റളിയല്ലാഹു അൻഹും അവരാണ് നമ്മുടെ മുന്നേ നടന്നു പോയിട്ടുള്ളത്. അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ മാതൃ സഹോദരി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഞങ്ങൾ പലപ്പോഴും എന്നെ സഹാബിമാർ കൂടെ കൂട്ടാറുണ്ട് ആയിഷ ബീവിയോട് ചോദിക്കാൻ. ആയിഷ ബീവിയുടെ അടുത്തേക്ക് പോകാൻ, എന്റെ മാതൃ സഹോദരിയായ ആയിഷ ബീവിയോട് അടുത്തു പോകാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വീടിന്റെ അടുത്ത് ചെന്ന് വീടിന്റെ പുറത്തു നിന്നും അവരോട് ഞങ്ങൾ ഉച്ചത്തിൽ ചോദിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങളോട് മറുപടി പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപികയായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഫിഖ്ഹിന്റെ ഒരുപാട് മസ്അലകൾ, ഒരുപാട് നൂലാമാലകൾ കെട്ടഴിച്ചു കൊടുക്കാൻ മഹദിയായ ആയിഷ ബീവിയുടെ വചനങ്ങൾ സഹായകമായിട്ടുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആയിഷ ബീവിയെ കുറിച്ച് ഇവിടെ ഒരുപാട് പ്രതിപാദിച്ചു. 2000-ഓളം ഹദീസുകൾ മഹദിയുടേതായി മഹദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നു. 100 കണക്കിന് ഹദീസുകൾ മുത്തഫഖുൻ അലൈഹി ആയിട്ട് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 60ഓളം ഹദീസുകൾ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുൻഫരിദായിട്ടുള്ള ഹദീസുകളായി കാണാൻ സാധിക്കുന്നു. 54ഓളം ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളായി കാണാൻ സാധിക്കുന്നു. മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ നിരവധി ഹദീസുകൾ ആയിഷ ബീവിയുടേതായി കാണാൻ സാധിക്കുന്നു. പിൽക്കാലത്ത് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ആയിഷ ബീവിയിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസുകളെ കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടക്കുകയും അതൊക്കെ ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തത് നമുക്ക് കാണാനാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മതവിദ്യാഭ്യാസം അല്ലാത്ത വിദ്യാഭ്യാസം എന്ന് നമുക്ക് തോന്നുന്ന വിദ്യാഭ്യാസങ്ങളെയും സ്ത്രീകളുടേതായി പരാമർശിക്കപ്പെടുന്നുണ്ട്. മഹദിയായ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ രോഗികളെ പരിചരിക്കുന്ന വിഷയത്തിൽ അവരുടെ അധ്യാപികയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. മഹദിയായ റുഫൈദ റളിയല്ലാഹു അൻഹ പരിചരിക്കുന്ന വിഷയത്തിൽ ഒരു വൈദ്യയെ പോലെ പെരുമാറിയിരുന്നു. അവരിൽ നിന്ന് വനിതകളായിട്ടുള്ള ആളുകൾ ആ ഒരു വിദ്യാഭ്യാസം നുകർന്നിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഒരുപാട് പണ്ഡിതന്മാരുടെ ഭാര്യമാരും മക്കളും മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യകളായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രം. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എപ്പോഴോ വ്യതിചലിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ പിന്നീട് അത് ഒരു പുനരാരംഭത്തിന് വിഷയീഭവിക്കുന്നതും ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നതും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കേരളക്കരയിലാണെങ്കിൽ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഓത്തുപള്ളികളിൽ ചെന്ന് പുരുഷന്മാരായ ആളുകൾ വിദ്യാഭ്യാസം നുകർന്നിരുന്നുവെങ്കിൽ ആ കാലത്തു തന്നെ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് പ്രായമേറിയ സ്ത്രീകളിൽ നിന്നും ഫത്ഹുൽ മുഈനും മിഷ്കാത്തും ഒക്കെ ഓതിയിരുന്ന ഒരു കാലഘട്ടം, സ്ത്രീകളിൽ നിന്ന് വിദ്യ നുകർന്നിരുന്ന ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നു. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാലത്തുള്ള മദ്രസയിൽ മദ്രസത്തുൽ ബനാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ പരാമർശിക്കേണ്ട 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ രംഗത്തേക്ക് വീണ്ടും കടന്നു വരുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് വീണ്ടും ആലോചിക്കാൻ തുടങ്ങിയത് ഏതു സാഹചര്യത്തിലാണ്? സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് വീണ്ടും ആലോചിക്കാൻ തുടങ്ങിയത് ഏതു സാഹചര്യത്തിലാണ് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് സാർവത്രികമായി മാറിയപ്പോൾ എല്ലാവരും പള്ളിക്കൂടങ്ങളിൽ ചെല്ലുകയും വിദ്യാഭ്യാസം നേടുകയും ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആൺ പെൺ ഭേദമന്യേ എല്ലാവരും താല്പര്യം കാണിക്കുകയും ചെയ്തപ്പോ പിന്നീട് പള്ളിക്കൂടങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് വരികയാണ്. നമ്മുടെ മക്കൾ
വിദ്യാലയങ്ങൾ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ, കോളേജുകളിൽ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഇസ്ലാമിക സംസ്കാരം എന്നല്ല എല്ലാത്തരം സംസ്കാരങ്ങളെയും നിരാകരിക്കുന്ന വിധം പെരുമാറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സംസ്കാര സമ്പന്നമായ ഒരു തിരിച്ചുവരവ് നമ്മൾ ആലോചിക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്ന് സമസ്തയുടെ നേതൃത്വത്തിൽ ഒരുപാട് തലങ്ങളിലായി, ഒരുപാട് വ്യത്യസ്തമായ രൂപങ്ങളിലായി സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ഏജൻസികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ രംഗത്ത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഈ രംഗത്ത് വളരെ നിഷ്കർഷയോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം സ്ത്രീകളുടേത് മാത്രമാകുമ്പോ പുരുഷന്റെ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള അകത്തേക്കുള്ള പ്രവേശനം ഏതു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാനാകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോ വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വലിയ കിതാബുകൾ നമ്മളൊക്കെ പള്ളി ദർസുകളിലും കോളേജുകളിലും ഒക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ ഓതിക്കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകൾ വളർന്നു വരുന്നേയുള്ളൂ. കാരണം നമുക്കൊരു കുറച്ചു കാലത്തേക്ക് ഒരു തടസ്സം നേരിട്ടത് കൊണ്ട് അങ്ങനെയുള്ള വലിയ പണ്ഡിതകളായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉണ്ടെങ്കിൽ തന്നെ അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകളാണ്. അവർക്ക് കിതാബ് തിരിയുമോ ഇല്ലയോ എന്നതല്ല വിഷയം. ആ ഒരു രംഗത്തുള്ളവർ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം, ഇങ്ങനെ ഒരു തലമുറയെ ആദ്യം നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ പ്രോത്സാഹനം നൽകി, നല്ല പോലെ പാണ്ഡിത്യത്തിന്റെ എല്ലാ അടയാളങ്ങളുമുള്ള വനിതകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. രണ്ടാമതായി, ഇവർക്ക് ഇപ്പോ നമ്മുടെയൊക്കെ മുന്നിലുള്ളത്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഇന്നും ബഹുഭൂരിപക്ഷത്തിന്റെ ഇടയിലും നിലകൊള്ളുന്നത് വിവാഹം കഴിയുന്നത് വരെ പഠനം എന്ന രീതിയാണ്. ആ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പഠനം, വിദ്യാഭ്യാസം ആണ് ലക്ഷ്യമെങ്കിൽ വിവാഹം അതിനൊരു തടസ്സമാകാൻ പാടില്ല. വിവാഹം കഴിഞ്ഞും വിദ്യ നുകരുന്ന ഒരു രീതി പുരുഷന്മാർക്കിടയിലുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്കിടയിലും നടക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപാട് പഠിച്ച ആളുകൾ കല്യാണം കഴിയുന്നതോടുകൂടെ അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. പറയുന്നത് ഇത് നമ്മൾ നിരന്തരമായ പ്രയത്നത്തിലൂടെ, നിരന്തരമായ പരിശീലനങ്ങളിലൂടെ, പ്രോത്സാഹനങ്ങളിലൂടെ ഉണ്ടായി വരേണ്ട കാര്യങ്ങളാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അഅറാഖി എന്ന് വിശ്വകവി, മിസ്രി കവി, അറബി കവിയായ ഹാഫിൽ ഇബ്രാഹിം പാടിയതുപോലെ, നീ നിന്റെ ഉമ്മയെ, ഉമ്മ എന്ന് പറയുന്നത് ഒരു മദ്രസയാണ്, ഒരു പള്ളിക്കൂടമാണ്. ഉമ്മയെ യഥാർത്ഥ രീതിയിൽ നീ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, നീ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ നീ ഒരു വലിയ തലമുറയാണ് നിർമ്മിക്കുന്നത് എന്ന് ഹാഫിൽ ഇബ്രാഹിം തന്റെ ഈ കവിതാ ശകലത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വീണ്ടും പറയുന്നുണ്ട്, അൽ ഉമ്മു ഉസ്താദുൽ അസാതിദതി, എല്ലാ ഉസ്താദുമാരുടെയും ഗുരുനാഥയാണ് യഥാർത്ഥത്തിൽ ഉമ്മ എന്ന് പറയുന്നത്. എല്ലാ വലിയ പണ്ഡിതന്മാരുടെയും ഉമ്മ ആ പണ്ഡിതനിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, മനുഷ്യൻ ഹ്രസ്വകാല ലക്ഷ്യങ്ങളോടുകൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ ഫലവർഗങ്ങളുള്ള വൃക്ഷങ്ങളാണ് നടുക. കുറച്ചുകൂടെ ദീർഘമായ ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് അവന്റെ ജീവിതം അവൻ ഒഴിഞ്ഞു വെക്കുന്നതെങ്കിൽ നാണ്യവിളകളാണ് അവൻ കൃഷി ചെയ്തെടുക്കുക. അതിദീർഘമായ ലക്ഷ്യങ്ങളാണ് മനുഷ്യനുള്ളതെങ്കിൽ അവൻ അടുത്ത തലമുറയെ വിദ്യാഭ്യസിപ്പിക്കുകയാണ് ചെയ്യുക എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു മേഖലയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല. ചെയ്തു വരുമ്പോ അത് കുറിക്ക് കൊള്ളുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആശങ്കപ്പെട്ട് അറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ചെയ്യാൻ വൈകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവ്. അള്ളാഹു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല പോലെ മുന്നോട്ടു പോകാൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമാറാകട്ടെ. ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കണം. പുരുഷന്മാരുടേതുപോലെ സ്ത്രീകൾക്കും അടച്ചുറപ്പുള്ള റെസിഡൻഷ്യലായി തന്നെ പഠിക്കാൻ സാധിക്കുന്ന വലിയ പണ്ഡിതകളെ നിർമ്മിച്ചെടുക്കുന്ന വിദ്യാപീഠങ്ങൾ ഉണ്ടായി ഉയർന്നു വരേണ്ടതുണ്ട്. ജാമിഅ നൂരിയയെ പോലെ, ജാമിഅത്തു ദാറുസ്സലാമിനെ പോലെയുള്ള വലിയ വിദ്യാസൗധങ്ങൾ സ്ത്രീകൾക്കും സ്ത്രീകൾക്കിടയിലും പണ്ഡിതകളെ സൃഷ്ടിക്കുന്ന വലിയ വിദ്യാപീഠങ്ങൾ ഉയർന്നു വന്ന് നമ്മുടെ കേരളക്കരയെ നമുക്കൊന്നിച്ച് ഇസ്ലാമിക തീരത്തേക്ക് നയിക്കാൻ സാധിക്കുമാകും വിധം അള്ളാഹു നമ്മുടെ
പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും പ്രവർത്തനങ്ങളിൽ സജീവത നൽകുകയും പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും